വർഗീയവാദികൾ ഭരിക്കാതിരിക്കട്ടെ എന്ന്. തീർച്ചയായും എനിക്ക് ആരൊക്കെ വന്നാലും മതം ഒരു ബേസ് ആക്കരുത്, അത്രയും മാത്രമേ എനിക്ക് പറയുള്ളൂ. അത് അത്ര തന്നെ ഉള്ളു. അതിപ്പോ ഏത് ഇതിൽപ്പെട്ട ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും ആരായാലും നമുക്കത് മതത്തിന് മാത്രം ബേസ് ചെയ്ത് നമ്മളൊന്നും ചെയ്യരുതെന്ന് മാത്രം നമുക്ക് പറയാനുള്ളൂ. മതം ശ്രീനിവാസന്റെ ഇതിൽ പറഞ്ഞില്ലേ, അതാണ് നമുക്ക്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും അവരൊക്കെ തന്നെ നമ്മളെല്ലാവരും സഹായിക്കുന്ന, ഏത് സമയത്ത് ആരെ സഹായിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം മതം അവിടെ ഒന്നല്ല, നമ്മളാര് സഹായിക്കുന്ന അവരാണ് നമ്മുടെ ദൈവം. അത്രേ ഉള്ളൂ. കോൺഗ്രസ് ജയിച്ചാലും മാർക്സിസ്റ്റ് ജയിച്ചാലും എല്ലാവരും മാറി മാറി ജയിച്ചോട്ടെ, അതിൽ വിഷയം. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ പീപ്പിൾസിന്റെ പൾസ് അറിയാന്നുള്ളതാണ്. ആ ബേസിക് പൾസ് അറിഞ്ഞാൽ തന്നെ ഇവിടെ കുറെ മാറ്റങ്ങൾ സംഭവിക്കും. ആ പൾസ് അറിയാത്തോണ്ടുള്ള പ്രശ്നമാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. മലയാളികൾക്ക് തികയില്ല. എടാ മലയാളിക്ക് 5000 രൂപ ഒരു ദിവസം കിട്ടിയാലും തികയില്ല. ഇല്ല, എത്ര കിട്ടിയാലും ആക്രാന്തല്ലടാ. ഞാനൊരു മാർക്സിസ്റ്റുകാരനാണ്. അതുകൊണ്ട് ഇപ്പം നമ്മള് അവരെന്നെ വരണം എന്ന് ആഗ്രഹിക്കണമെന്നില്ല. ഭരണം മാറ്റം ആയാലും കുഴപ്പമില്ല. കാരണം മാറി മാറി വരിക്കുന്നതാണ് എനിക്ക് താല്പര്യം. അപ്പോഴാണ് വികസനം കൂടിയും ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവരായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അത് ജനങ്ങളുടെ ഒരു ഇതാണല്ലോ അവരെന്നെ തിരഞ്ഞെടുക്കണത്. സ്പോർട്സിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചുകൂടി അവസരങ്ങൾ കൂട്ടണം. അപ്പൊ സ്പോർട്സിന് വേണ്ടിയുള്ള ഡെവലപ്മെന്റ് എല്ലാ സ്കൂൾ മാനേജ്മെന്റിലും സർക്കാരും കൂട്ടുന്നാണ് പറയേണ്ടത് അല്ലെ? അതെ, ഇപ്പൊ ഒരു കുട്ടിക്ക് ഇപ്പൊ പഠിക്കാൻ കഴിവുണ്ടാവില്ല, കുറച്ച് സ്പോർട്സിലേക്ക് കഴിവുണ്ടാവും. അപ്പൊ അവരെ ഈ സ്പോർട്സിലേക്ക് മുന്നോട്ടം കൊടുത്തിട്ട് അവരെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് അവർക്ക് അച്ചീവ്മെന്റ് ഗോളൊക്കെ ഇത് സെറ്റാക്കണം.